നെറ്റ്കാം അസിസ്റ്റന്റ് ആപ്പ് ഉപയോഗിച്ച് ഇലക്ഷൻ സമയത്ത് ക്യാമറകൾ എങ്ങനെ മാപ്പ് ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഉള്ളത്. ഇതിന്റെ മലയാളം പരിഭാഷ താഴെ നൽകുന്നു. നെറ്റ്കാം അസിസ്റ്റന്റ് ആപ്പ് ഉപയോഗിക്കുന്ന വിധം. 1. രജിസ്ട്രേഷനും ലോഗിനും. ഈ ഇലക്ഷനു വേണ്ടി നെറ്റ്കാം അസിസ്റ്റന്റ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ക്യാമറ എങ്ങനെ മാപ്പ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആപ്പ് ഇൻസ്റ്റോൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ രജിസ്റ്റർ നൗ എന്ന് ചോദിക്കും. ആദ്യം നിങ്ങളുടെ പേര്, മൊബൈൽ നമ്പർ, കൂടാതെ നിങ്ങൾ ക്യാമറ ഇൻസ്റ്റോൾ ചെയ്യാൻ പോകുന്ന ജില്ല, ഡിസ്ട്രിക്റ്റ്, അസംബ്ലി എന്നിവ കൃത്യമായി നൽകി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് അത് അപ്രൂവ് ചെയ്യും. അപ്രൂവ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്യാൻ നിങ്ങളുടെ മൊബൈൽ നമ്പറും ആ നമ്പറിന്റെ അവസാന 4 അക്കങ്ങൾ പാസ്വേഡായും ഉപയോഗിക്കണം. അത് നൽകിയ ശേഷം നെക്സ്റ്റ് കൊടുത്താൽ ആപ്പ് ഓപ്പൺ ആകും. ആപ്പിനുള്ളിൽ പ്രവേശിച്ചാൽ ആദ്യത്തെ ഓപ്ഷൻ സ്റ്റാർട്ട് ഇൻസ്റ്റലേഷൻ എന്നതായിരിക്കും. ഇതാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പോകുന്ന ഓപ്ഷൻ. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ക്യാമറയുടെ QR കോഡ് സ്കാൻ ചെയ്യാൻ ചോദിക്കും. സ്കാൻ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്യാമറ നമ്പർ മാനുവലായി ടൈപ്പ് ചെയ്ത് നൽകാം. എൻ്റർ ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുത്താൽ ക്യാമറയുടെ സ്റ്റാറ്റസ് കാണിക്കും. ക്യാമറ ലൈവ് ആണെങ്കിൽ ലൈവ് എന്ന് നൽകി ക്യാമറയുടെ പ്രിവ്യൂ കണ്ട് ആംഗിൾ സെറ്റ് ചെയ്യുക. തുടർന്ന് നെക്സ്റ്റ് കൊടുത്താൽ നിങ്ങളുടെ ഡീഫോൾട്ട് ജില്ലയും അസംബ്ലിയും കാണിക്കും. അവിടെ നിങ്ങളുടെ ബൂത്ത് കൃത്യമായി തിരഞ്ഞെടുത്താൽ ബൂത്ത് വിവരങ്ങൾ വരും. അതിൽ ക്യാമറ ഇൻ ആണോ ഔട്ട് ആണോ എന്ന് കൃത്യമായി തിരഞ്ഞെടുക്കണം. ശേഷം നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്ത ക്യാമറയുടെ ഒരു ഫോട്ടോയും ഇൻസ്റ്റോൾ ചെയ്ത ബൂത്ത് നമ്പർ രേഖപ്പെടുത്തിയ ബോർഡിന്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം. ഇതൊരിക്കൽ കൂടി പരിശോധിച്ച് ഉറപ്പുവരുത്തുക. ലൊക്കേഷൻ ശരിയാണെങ്കിൽ അത് മുന്നോട്ട് പോയി ക്യാമറ ഇൻസ്റ്റലേഷൻ പൂർത്തിയാകും. സക്സസ്. ലൊക്കേഷനിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഒരു വാർണിംഗ് മെസ്സേജ് വരും. അവിടെ യെസ് നൽകി സബ്മിറ്റ് ചെയ്യാം. 4. റിപ്പോർട്ട് വിസിറ്റ്. ഒരു ബൂത്തിൽ പോയിട്ട് ക്യാമറ ഇൻസ്റ്റോൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനുള്ള കാരണം രേഖപ്പെടുത്താനുള്ള ഓപ്ഷനാണിത്. നിങ്ങളുടെ ബൂത്ത് തിരഞ്ഞെടുത്ത ശേഷം ഇൻസ്റ്റോൾ ചെയ്യാത്തതിനുള്ള കാരണത്തിനനുയോജ്യമായ ഒരു ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്യണം. തുടർന്ന് ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും ഉദാഹരണത്തിന് ഡോർ ലോക്ക്ഡ്, പെർമിഷൻ ഡിനൈഡ് എന്നിങ്ങനെ കൃത്യമായ കാരണം തിരഞ്ഞെടുത്ത് സബ്മിറ്റ് ചെയ്യുക. ഇതൊരു പരാതിയായി രജിസ്റ്റർ ആവുകയും അതിന്മേൽ അവർ നടപടികൾ എടുക്കുകയും ചെയ്യും. 5. ക്യാമറ സ്റ്റാറ്റസ് ആൻഡ് ഡിവൈസസ്. ക്യാമറ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ക്യാമറ നമ്പർ നൽകിയാൽ ഇൻസ്റ്റോൾ ചെയ്ത ഏത് ക്യാമറയും ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്ന് പരിശോധിക്കാനും അതിന്റെ വിഷ്വൽ കാണാനും സാധിക്കും. താഴെയുള്ള ഡിവൈസസ് എന്ന ഓപ്ഷനിൽ നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്ത ക്യാമറകളുടെ മുഴുവൻ വിവരങ്ങളും കാണാം. ഇതിലെ വീഡിയോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നിലവിലെ വിഷ്വൽ ശരിയാണോ എന്ന് പരിശോധിക്കാം. ഓഫ്ലൈൻ ക്യാമറകളും ബൂത്ത് കണ്ടെത്തലും. ചെക്ക് ഓഫ്ലൈൻ ക്യാമറ എന്ന ഓപ്ഷനിൽ നിങ്ങൾ ഇൻസ്റ്റോൾ ചെയ്ത ക്യാമറകളിൽ ഏതെങ്കിലും ഓഫ്ലൈൻ ആണോ എന്ന് പരിശോധിക്കാം. ഒരു ബൂത്തിന്റെ പരിസരത്തെത്തിയിട്ടും കൃത്യമായ സ്ഥലം എവിടെയാണെന്നറിയില്ലെങ്കിൽ ബൂത്ത് ഫൈൻഡ് എന്ന ഓപ്ഷൻ വഴി ഗൂഗിൾ മാപ്പിന്റെ സഹായത്തോടെ ബൂത്ത് കണ്ടെത്താം. 7. പരാതികൾ. ക്യാമറയുമായി ബന്ധപ്പെട്ട് ഉദാഹരണത്തിന് അഡാപ്റ്റർ ഇഷ്യൂ, ക്യാമറ കേടുപാടുകൾ തുടങ്ങിയവ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് കമ്പനിയെ അറിയിക്കാനുള്ള ഓപ്ഷനാണിത്. ബൂത്ത് കൃത്യമായി തിരഞ്ഞെടുത്ത് കാറ്റഗറിയിൽ പ്രശ്നം എന്താണെന്ന് നൽകുക. ക്യാമറയ്ക്ക് എന്തെങ്കിലും ഡാമേജ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യാം. 8. ടിക്കറ്റുകൾ. നമ്മൾ ഇൻസ്റ്റോൾ ചെയ്ത ക്യാമറകളുടെയെല്ലാം വിഷ്വൽ, ഇൻ, ഔട്ട് എന്നിവ ശരിയാണോ എന്ന് ആപ്പിലെ AI പരിശോധിക്കും. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വഴി വിവരങ്ങൾ ഈ ടിക്കറ്റ് പേജിൽ വരും. വാലിഡേഷൻ ഇൻഡിക്കേഷൻസ്. നമ്മളത് തിരുത്തി ശരിയാക്കിയാൽ അത് സോൾവ് ആകും. 9. സിം വിവരങ്ങൾ കണ്ടെത്താൻ. നിങ്ങളുടെ കയ്യിലുള്ള സിം ഏത് നെറ്റ്വർക്ക് പ്രൊവൈഡറുടേതാണെന്ന് പരിശോധിക്കാൻ ഫൈൻഡ് സിം ഓപ്ഷൻ ഉപയോഗിക്കാം. ഈ വീഡിയോ കണ്ട് എല്ലാം കൃത്യമായി ഇൻസ്റ്റോൾ ചെയ്യുക.